വെൽക്കം ബാക്ക് ടു ടേംസ് ഇംഗ്ലീഷ്. നമ്മളിവിടെ ലാസ്റ്റ് വൗൾ സൗണ്ട്, അതായത് മോണോഫോണില് ലാസ്റ്റ് വൗൾ സൗണ്ട് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടുന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓയ്ക്ക് അല്ലെ, അതിന് 3 സ്വരമാണ്. വൺ ഈസ് ഓ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡോ, ഫ്ലോ. എന്നാൽ ഇത് രണ്ടാമത്തതാണ്. മൂന്നാമത്തതിന് വീണ്ടും വരുന്നുണ്ട്. ഡിഫ്തോങ്ങിലാണ് അത് വരുന്നത്. ലൈക്ക് ഗ, സ, ന. ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് അത് വന്നിട്ട് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻസൈഡ് ഹിയർ. ഹോട്ട്, ഹ, ഓ, ട്, ഹോട്ട്. എച്ച് നമ്മൾ സ്ക്രിപ്റ്റിൽ പറഞ്ഞ എങ്ങനെയാണ്? ഹ എന്നുള്ള സ്വരമാണ്. അപ്പൊ ഹ, ഉള്ളിൽ നിന്ന് വരുന്ന ഹ, ഓ, ട്, ഹോട്ട്. അടുത്തൊരു വാക്ക് പറയാൻ പറ്റുന്നതാണ് നോട്ട്. ന, ഓ, ട്, നോട്ട്. നമ്മൾ നെഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നോട്ട്, അത് വേറെ രീതിയിൽ പറയാൻ പാടില്ല. ഇത് തന്നെയാണ് പറയുന്നത്. നോട്ട്, നോട്ട്. വീണ്ടും ഈ സ്വരത്തിലുള്ള ഒരു കോമൺ വാക്കാണ് വാസ്. വാസ്, വ, ഓ, സ്, വാസ്. അത് എന്റെ സ്ട്രോങ് ഫോം ആണ്. അതിൽ വിസ് എന്നുള്ളത് എന്റെ വീക്ക് ഫോം ആയിട്ട് വരും. വീണ്ടും വീക്ക് ആയിട്ട് വരുന്നത് ഇസ്. അപ്പൊ വാസ്, വിസ്, ഇസ്. നമ്മളിവിടെ പഠിക്കുന്നതാണ് വാസ്, വ, ഓ, സ്, വാസ്. ഇപ്പൊ നമ്മളൊരു കാര്യം സ്ട്രെസ് ചെയ്ത് പറയാനായിട്ട് നമ്മൾ ഈ സ്ട്രോങ് ഫോം ഉപയോഗിക്കും. ഹി വാസ് ദ വൺ ഹു ടുക്ക് ഇറ്റ്. ഹി വാസ് ദ വൺ. അവരാണ് എടുത്തത്. ഞാൻ കണ്ടതാണ്. അത് നമ്മൾ സ്ട്രെസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്ട്രോങ് വാസ് ആണ്. അപ്പൊ അത് പറയണ വാസ്. ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നത് വിസ്, അത് വേറെ. വീണ്ടും അത് ഫാസ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ പറയുന്നത്? ഇസ്. നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ്? വ, ഓ, സ്, വാസ്. അടുത്തൊരു വാക്ക് വാച്ച്. വ, ഓ, ച്, വാച്ച്. ഇത് നമ്മൾ ഒരുപാട് ആളുകൾ വാച്ച് എന്ന് പറയുന്നത്. അത് തെറ്റാണ്. നമ്മൾ കഴിയുന്നതും തിരുത്തണം. അത് ഇപ്രകാരമാണ്: വ, ഓ, ച്, വാച്ച്. He is watching the TV. വീണ്ടും ഒരു വാക്കുണ്ട്, കോമൺ വാക്കാണ്, നമ്മൾ തിരുത്തേണ്ടതാണ്. വാഷ്. വ, ഓ, ഷ്, വാഷ്. നമ്മൾ പൊതുവെ വാഷ് വാഷ് എന്ന് പറഞ്ഞൊരു മലയാളി എഴുതി കഴിഞ്ഞു. അത് നമ്മൾ പറയുന്നതാണ് വാഷ്. ഈസ് വാഷിംഗ് ദി പ്ലേസ്. വാഷ്. വ, ഓ, ഷ്, വാഷ്. വീണ്ടും ഒരു വാക്കാണ് വാലറ്റ്. വാലറ്റ്. വ, ഓ, ല, ഇറ്റ്. വാലറ്റ്. എഴുതി വെച്ചിരിക്കുന്ന പോലെ പറയാൻ ശ്രമിക്കരുത്. വാലറ്റ് എന്നൊക്കെ പറയാൻ ശ്രമിക്കരുത്. പറയേണ്ടത് ഇങ്ങനെയാണ് വാലറ്റ്. വ, ഓ, ല, ഇറ്റ്. പുരുഷന്മാര് കൊണ്ട് നടക്കുന്ന പണവും കാർഡ്സും ഒക്കെ വെക്കാനുള്ള ഒരു സംഭവമാണ് വാലറ്റ്. എന്നാലും പേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും സ്ത്രീകൾ അവരുടെ പൈസയും മറ്റു സാമഗ്രികളും ഒക്കെ സൂക്ഷിക്കാനുള്ള ലോങ് ആയിട്ടുള്ള ആ ഒരു സംഭവത്തെയാണ് പേഴ്സ് എന്ന് പറയുന്നത്. പുരുഷന്മാരും ഉപയോഗിക്കുന്നത് പറയുന്നത് വാലറ്റ്. വ, ഓ, ല, ഇറ്റ്. വാലറ്റ്. ഈ ഓ സ്വരം ശ്രദ്ധിക്കുക. നമ്മൾ ഒരുപാട് സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഈ ഓ സ്വരമാണ് വരുന്നത്. എന്നാൽ നമ്മൾ ആ എന്നുള്ള സ്വരമാണ് പല സ്ഥലത്തും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് വാഷ്, വാച്ച് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. നമ്മളത് തിരുത്താൻ നോക്കുക. ഓ ആണ് സാധാരണ ഉള്ളത് പോലെ തന്നെ ഒരുപാട് വാക്കുകളിൽ പിന്നാലെ വരുന്നത്. അത് കുട്ടികളെ പഠിപ്പിക്കുക, അതിന്റെ സ്വരം പഠിപ്പിക്കുക, സ്പെല്ലിംഗ് പഠിപ്പിക്കുക, അതിന്റെ മീനിങ് പഠിപ്പിക്കുക. Thank you so much. So dear friends, we are coming to an end of vowel sounds. നമുക്ക് ഇത്രയും നാൾ നമ്മൾ കണ്ട vowel sounds ഒന്നുകൂടെ നമുക്ക് ഓടിച്ചു നോക്കാം. ഓർക്കണം, എ, ഇ, ഐ, ഒ, യു എന്ന് പറയുന്നത് vowel letters മാത്രമാണ്. എന്നാൽ സൗണ്ട്സ് എന്ന് പറയുമ്പോൾ 12 എണ്ണം ഉണ്ട്. ആ കാര്യം നിങ്ങൾ ഓർക്കുക. നമുക്ക് ആദ്യം മുതൽ ഒന്നുകൂടി നോക്കാം. ആദ്യം വരുന്നത് എന്താണ്? ഇ. ഡബിൾ ഡോട്ട് ഉണ്ട്, ലോങ് വോവലാണ്. E. The second one is I. അടുത്തത് U. And the last one in the first line is U. Long one. Second line, first one E. Second one A. Third last one in the second line O. Third line, first one A. Second one A. Third one long ആണ് A. And the last one O. ഈ സ്വരമാണ് നമ്മൾ ഇന്നിവിടെ കാണുന്നത്. K, O, T, cot. G, O, T, got. H, O, T, hot. L, O, T, lot. N, O, T, not. P, O, T, pot. T, O, P, top. R, O, Ng, wrong. B, O, D, E, body. B, O, K, S, box. K, O, S, T, cost. J, O, B, job. O, F, I, S, office. O, F,
ന് often ഷ് ഓ പ് ഷോപ്പ് സ് ട് ഓ പ് സ്റ്റോപ്പ്. അടുത്തത് എ എന്നുള്ള സ്പെല്ലിംഗ് വരികയും ഓ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്നതാണ് വ ഓ സ് വാസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിന് 3 തരമുണ്ട്. വാസ്, വിസ്, ഇസ്. നെക്സ്റ്റ് വ ഓ ട് വാട്ട്, വ ഓ ച് വാച്ച്, വ ഓ ല് ഇ ട് വാലറ്റ്, വ ഓ ന് ഡ് എ റ് വോണ്ടർ. റേസ്റ്റ് ആണ്, അത് സൈലന്റ് ആക്കുക. വ ഓ ന് ട് വോണ്ട്, വ ഓ ഷ് വാഷ്. അപ്പോൾ ഇത്രയുമാണ് സാമ്പിൾ വാക്കുകളായിട്ട് തരാനുള്ളത്. കുട്ടികളെ പഠിപ്പിക്കുക, സ്പെല്ലിംഗ് പഠിപ്പിക്കുക, സ്വരം പഠിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.